എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആനുകൂല്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത്. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നത് പരിശോധിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ധാരാളം പരാതികൾ സർക്കാരിൽ എത്തിയിട്ടുണ്ട്. ഈ മാസം അഥവാ സെപ്റ്റംബർ 30-നാണ് പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് തീയതി അവസാനിക്കുന്നത്. ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മസ്റ്ററിംഗ് തീയതി നീട്ടി ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നതാണ്. എന്നാണോ അവർ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനടുത്ത മാസം മുതൽ മാത്രമേ വിതരണം ഉണ്ടായിരിക്കുകയുള്ളൂ. കൂടാതെ പെൻഷൻ ഗുണഭോക്താവ് ഈ ആനുകൂല്യത്തിന് അർഹനാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ആദ്യമായി ഉൾപ്പെടുന്നത് നമ്മുടെ വരുമാനം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്നും ഇവർ പുറത്താകുന്നതാണ്. അതുപോലെ ആദായ നികുതി അടക്കുന്നവരാണെങ്കിലും ഇവരെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. കൂടാതെ പെൻഷൻ പദ്ധതിയിലെ മറ്റ് ആനുകൂല്യങ്ങളിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരും. ഇനി നമുക്കോ നമ്മുടെ കുടുംബത്തിലോ 1000 cc എൻജിൻ കപ്പാസിറ്റി മുകളിലുള്ള 4 ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും അവരും പെൻഷൻ വാങ്ങാൻ യോഗ്യരല്ല. ഇതിൽ ടാക്സി ഒഴികെയുള്ള വാഹനങ്ങളാണ് ഉത്തരവിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ താമസിക്കുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണെങ്കിലും അതുപോലെ ഫ്ലോറിങ്, റൂഫിങ് എല്ലാം മനോഹരമാക്കിയതും മേൽക്കൂര കോൺക്രീറ്റുകളാണെങ്കിലും ഇവരും പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ്. ഇനി വീട് 2000 സ്ക്വയർ ഫീറ്റിനുള്ളിലാണെങ്കിലും വീട്ടിൽ AC ഉണ്ടെങ്കിൽ അവരെയും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ്. പെൻഷന് വീണ്ടും അപേക്ഷ സമർപ്പിക്കുവാൻ പോലും കഴിയുന്നതല്ല. ഇവരെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇനി നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടിയോ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി നമ്മുടെ കൈവശമുണ്ടെങ്കിലും നമ്മൾ പെൻഷൻ വാങ്ങിക്കാൻ യോഗ്യരല്ല. ഇത്തരത്തിലുള്ള കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ ഒരുപാട് ആളുകൾക്ക് ഇതിൽ ഉൾപ്പെടാൻ കഴിയുകയും ചെയ്യും. അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ആനുകൂല്യം എത്തുകയും ചെയ്യുന്നതാണ്.